ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. മിക്സിയിലിട്ട് എല്ലാം കൂടെ ഒരു ഒറ്റ കറക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അങ്ങനെ ഉണ്ടല്ലേ. പക്ഷെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒരു ഒറ്റ കറക്ക്, കുക്കറിലിട്ട് ഒരു ഒറ്റ വിസിൽ, കറി റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ, അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എഗ് പെപ്പർ കറിയാണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. സാധാരണ മുട്ടക്കറി പോലെ അല്ല കേട്ടോ, വെറൈറ്റി ആണ്, ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റും അത്രയ്ക്കും സൂപ്പറാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 6 മുട്ട നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാമേ. അപ്പോഴത്തേക്ക് ഈ കറിയെല്ലാം അതിലോട്ടൊന്ന് പിടിച്ച് സെറ്റായി കിട്ടാനായിട്ട് സഹായിക്കുകയെ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. കൂടാതെ ഒരു 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 ഇട്ടത്. ഇല്ലെങ്കിൽ ഒരു 2-3 ഇട്ടാൽ മതിയാവും കേട്ടോ. ഇനി 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗ് പെപ്പർ കറിയാണല്ലോ, അപ്പോൾ പെപ്പർ ആണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുത്താൽ മതിയാവുക. ഇനി അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുള്ളൂ, കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 3-4 പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാമേ. ഇനി ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതാ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ആദ്യം നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ആദ്യം വെള്ളമൊന്നും ചേർക്കുന്നില്ല. തൈരിലും ഉള്ളിയിലും ഒക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിതങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കറികളൊക്കെ തയ്യാറാക്കുകയാണല്ലോ വേണ്ടത് അല്ലേ. അപ്പോൾ അതേ സമയം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കർ എടുക്കാം കേട്ടോ. കുക്കറിലെടുത്ത് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാമേ. നമുക്ക് ചപ്പാത്തിക്കാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കറിയിലൂടെ കഴിക്കുന്നതായിരിക്കുമല്ലോ ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് കറി എത്ര വേണമെന്നനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് കലക്കി ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് റെഡിയാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ച് നമ്മളെല്ലാം ഒന്ന് പച്ചക്കാണല്ലോ അരച്ചത്, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാമേ. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം തിള വന്ന് ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. മുട്ടയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം കേട്ടോ. കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കാമേ. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാമേ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ അടിപൊളിയായിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, മിക്സിയുടെ ജാറിലിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തു. കുക്കറിലിട്ട് ഒരു 2 വിസിൽ തീർന്നു പരിപാടി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ കറിയാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഗ്രേവിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് ചപ്പാത്തിയോടൊപ്പമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രേവി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ദാ ഇതുപോലുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. സ്കൂൾ തുറന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റ് അതുപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ചപ്പാത്തിയോടൊപ്പമാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.